ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. മധുവിധു മാധുരി നുകരും ഹൃദയമേ തുടിക്കൂ തുടിക്കൂ നീ. ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. അലങ്കരിച്ചണീച്ചൊരനുരാഗമേ വേഗം ചിലങ്കകളണിയൂ നീ. തങ്ക ചിലങ്കകളണിയൂ നീ. അലങ്കരിച്ചണീച്ചൊരനുരാഗമേ വേഗം ചിലങ്കകളണിയൂ നീ. തങ്ക ചിലങ്കകളണിയൂ നീ. പാടാൻ വെമ്പുമെൻ ഹൃദയവിഭജികയിൽ ശ്രുതിയൊന്നു ചേർക്കൂ നീ. ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. നിൽക്കാതെ പറക്കുന്ന നിമിഷശലഭമേ നിൽക്കൂ നിൽക്കൂ നീ. ഇങ്ങു നിൽക്കൂ നിൽക്കൂ നീ. നിൽക്കാതെ പറക്കുന്ന നിമിഷശലഭമേ നിൽക്കൂ നിൽക്കൂ നീ. ഇങ്ങു നിൽക്കൂ നിൽക്കൂ നീ. ഒഴുകി പോവും സമയയമുനയിതിൽ അണയുന്നു കെട്ടു നീ. ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. മധുവിധു മാധുരി നുകരും ഹൃദയമേ തുടിക്കൂ തുടിക്കൂ നീ. ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. ഗൗരി, ഹായ് ചേച്ചി. സാരിയൊക്കെ കൊടുത്ത് വലിയ കുട്ടിയായല്ലോ. ലുക്കൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ലുക്കൊന്ന് മാറ്റി. സാരി കൊടുക്കാൻ ടഫാണോ? ആ, നല്ല ഭയങ്കര കഷ്ടപ്പാടും ദുരിതമായിരുന്നു. സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കഷ്ടപ്പാടും ദുരിതമായിരുന്നു സാരി ഉടുത്തിട്ട് ചേച്ചി. ഉടുക്കാനോ ഉടുത്ത് നടക്കാൻ ഉടുക്കാൻ കഷ്ടപ്പാടില്ല, ഉടുത്ത് നടക്കാൻ അതെ ശീലിക്കൂ. ശീലിക്കണം. ഓക്കെ, ചോദിക്കാം. ചേച്ചി, ഗൗരി മാം, വളരെ റെയർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ ഇത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് വേദികളിൽ പാടി കേൾക്കാത്ത ഒരു പാട്ട് കൂടിയാണ്. അത് നല്ലൊരു സെലക്ഷൻ. നന്നായിട്ട് പാടും ചെയ്തു. താങ്ക് യു മാം. ഇത് ഡീറ്റെയിൽസ് പറയും. ഇത് മനോരഥം എന്ന മൂവിയിലെ സോങ് ആണ്. ലിറിക്സ് പി ഭാസ്കരൻ മാഷ്, മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമി, പാടിയത് വാണിയമ്മ. ബ്യൂട്ടിഫുൾ. വാണിയമ്മയുടെ ചില പ്രൊനൗൺസിയേഷൻസ് ഉണ്ട് പാട്ടിലുള്ള. അതെനിക്ക് ഇടയ്ക്കൊക്കെ മോളുടെ ഒരു ഇതിൽ ഫീൽ ചെയ്യായിരുന്നു. ചില വാക്കുകൾ പറയുന്നതൊക്കെ അതെനിക്കത് ഫീൽ ചെയ്യായിരുന്നു മോൾ പാടിയ പാട്ടിനകത്ത്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. നന്നായിട്ട് നല്ല രസമായിട്ട് പാടി. ആ മോളെ ആ പാടിയതിനകത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാൻ തോന്നി. ഹൃദയമേ പല്ലവിയിൽ ചിരകാല കാമിത സുന്ദര ഫിനിഷിങ് വരുന്ന തുണ്ടു പല്ലവിയിൽ വരുന്ന സുന്ദര. പിന്നെ നീ
ഇങ്ങനെ കുറേ ചില പോർഷൻസ് ഒക്കെ പാടുന്നുണ്ട് ഭംഗിയായിട്ട്, പക്ഷെ ചിലപ്പോൾ അതിൻ്റെ റിപ്പീറ്റ് വരുന്ന സമയത്ത് ഒരു ഉഴപ്പല് പോലെ. എനിക്ക് ഏതോ ഒരു സംഗതി അനുപല്ലവിയില്ല, അത് സ്ലിപ്പായി പോയതാണോ? സ്ലിപ്പായി പോയി. ഒന്നത് ക്ലിയർ ആക്കി പാടാം പാടാം പാടാം. കൊച്ചൂടാവാം, അത് സ്ലോ ആയിട്ട് പാടും. അല്ല വിഭഞ്ചി കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കി. അത് ആ ഒരു ക്ലാരിറ്റി മറ്റേ മ്യൂസിക്കിന്റെ കൂടെ എല്ലാം ഋതമൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് സ്ലിപ്പായി പോയി. അപ്പൊ അവിടെ മാത്രമാണ് ഒരു പെട്ടെന്ന് ഗൗരിയുടെ മുഖത്ത് ചാണകത്തിൽ ചവിട്ടിയൊരു ഫീലിംഗ്, അയ്യോ കയ്യിന്ന് പോയേന്ന്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി അതിനെ ഒന്ന് ഡെക്കറേഷൻസ് ഒന്ന് റെഡിയാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക നിറവ് വന്നതിന്. ഇപ്പോഴും ഇറ്റ് വാസ് ഗുഡ്, പക്ഷെ ഈ പറഞ്ഞ മോൾക്ക് തന്നെ അറിയാം അതിൽ കുറച്ച് സ്ലിപ്സ് വന്നു അവിടെ ഇവിടേക്ക്, എന്നാൽ അത് നമുക്ക് മാനേജ് ചെയ്തെടുക്കാമായിരുന്നു. ഓക്കെ, അതല്ലാതെ നൈസ് സോങ് സെലക്ഷൻ, നല്ല റെയർ ആയിട്ടുള്ളൊരു സെലക്ഷനാണ്. മാഷിൻ്റെ എത്രയോ നല്ല നല്ല പാട്ടുകൾ, ഇതും സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. ഞാനിത് വളരെ റെയർ ആയിട്ടാണ് കോമ്പറ്റീഷൻസിനൊക്കെ കുട്ടികൾ പാടി കേട്ടിട്ടുള്ളത്. അപ്പം ഈ അടുത്തൊന്നും ഇത് കേട്ടിട്ടേ ഇല്ല. മോള് ഗുഡ് സെലക്ഷൻ, നന്നായി പാടുകയും ചെയ്തു, സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ശരത് സർ. ഗൗരി സാർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് ഗൗരിയുടെ അടുത്ത് പറയേണ്ടത് ശ്രുതി ഒന്ന് നോക്കിക്കോളാം ഗൗരി. ഈ ലാൻഡിങ് ഒക്കെ ഒന്ന് പെർഫെക്റ്റ് ആവണം കേട്ടോ. അതാണിപ്പോൾ ഈ സംഗതികൾ പാടുമ്പോഴും ആ സംഗതി പാടി വന്ന് നിൽക്കുന്ന നോട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ അത് സൗണ്ട് ആവും ഉറപ്പായിട്ടും. അതിന് മുമ്പിലുള്ളത് കുറച്ച് അങ്ങോട്ട് ജയരായിക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ലാൻഡിങ് പെർഫെക്റ്റ് ആകുമ്പോൾ അതങ്ങ് ഒരു വൈബിലേക്ക് പോകും. സുന്ദര സ്വപ്നമേ ലാസ്റ്റ് പാടി നിർത്തുന്നൊന്ന് പാടാമോ ഈ ഫസ്റ്റ് പല്ലവിയുടെ? ചിരകാല കാമിത സുന്ദര സ്വപ്നമേ. ഗുഡ് കൊള്ളാം. ചിലങ്കകൾ അണിയൂ നീ, രണ്ടാമത്തെ ചിലങ്കകൾ. ചിലങ്കകളണിയൂ, അതൊക്കെ ഒന്ന് ചേരട്ടെ. ചിലങ്കകളണിയൂ നീ തങ്ക. എപ്പോഴും ഫ്ലാറ്റാടാ. തങ്ക ചിലങ്കകളണിയൂ നീ. ഇപ്പോഴും ഒരു പണമട താഴെയാണ്. പിന്നെ എനിക്ക് ഈ ഒഴുകി 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 പോവും. അതിനൊരു കുറച്ചും കൂടെ ഫ്ലോ വരാ. യമുന ഒന്ന് പാടാമോ? ഒഴുകി ഒഴുകി പോവും സമയയമുനയിൽ. അത്ര വേണോ അതിന്? സമയയമുനയിൽ. അത് കുറച്ച് സോഫ്റ്റ് ആക്കി, അത്രയും വെലോസിറ്റി എല്ലാം ഉണ്ട്. സമയയമുനയിൽ. അത് ശരിയാക്കണ്ട, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഓടായിട്ട് അത് മാത്രം മുഴച്ച് നിൽക്കുക. ബാക്കി നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പഴയ പല ഓർമ്മകളും. കാര്യം ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടുമല്ല, അത് നമ്മൾ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമിയും അതുപോലെ വാണിയമ്മ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗായികയാണ് വാണിയമ്മ. കാര്യം ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത എൻ്റെ പാട്ട് പാടിയത് വാണിയമ്മയാണ് തുടക്കത്തിൽ. അസാധ്യം, ഇത് ഗ്രാസ്പിംഗ് പവറാണ് അമ്മയ്ക്ക്. ഞാൻ ചുമ്മാ ഇരുന്നു മണ്ടത്തിലായിട്ട് പാടുക. അമ്മ എഴുതി തീർന്ന് ഞാൻ ഒരു തവണ പാടി കഴിഞ്ഞപ്പോൾ ഞാൻ പാടട്ടുമാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് പാടി തന്നു അസാധ്യമായിട്ട്. അപ്പം അമ്മ ഇതൊക്കെ വാണിയമ്മയുടെ പാട്ട്. പിന്നെ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഞാൻ ആലോചിച്ചു എത്ര പാട്ടുകൾ നിങ്ങൾ എങ്ങനെ ഈ സ്വാമി എന്ന് പറയുമ്പോൾ എങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. എത്രയോ പാട്ടുകൾ നമ്മുടെ മലയാളത്തിൻ്റെ അന്തസ് വിളിച്ചറിയിക്കുന്ന പാട്ടുകളാണ് സ്വാമി ചെയ്തേക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കമ്പോസേഴ്സിനെയൊക്കെ കിട്ടിയതിൽ നമ്മുടെ മലയാളക്കര ഭാഗ്യം ചെയ്ത ഒരു മണ്ണാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഹായ് ഗൗരി. ഹായ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്കും ഫീൽ ചെയ്തത് ഈ സസ്റ്റെയിൻസ് ആണ്. എസ്പെഷ്യലി പല്ലവിയിൽ കുറേ നീ ഉണ്ടല്ലോ, അങ്ങനെ എല്ലാ നീയും ഒന്ന് ശ്രുതി ചേരായിരുന്നു എന്ന് ആ ഒരു സസ്റ്റെയിൻസിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എല്ലാവരും പറഞ്ഞ പാടാൻ വെമ്പുമൻ ആ ഒരു ലൈൻ, പിന്നെ ഒഴുകി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ് കേട്ടോ. നല്ല ശബ്ദമാണ്, നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വോയിസ് ആണ്. അപ്പോൾ അത് മനസ്സിൽ വെക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, സസ്റ്റെയിൻസിൽ വർക്ക് ചെയ്യുക. അതർവൈസ് നന്നായിട്ട് തന്നെ പാടി. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ കേട്ട് വിട്ട ഒരു പാട്ടായിരിക്കാം ചിലപ്പോൾ ഇത്, പക്ഷെ അത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് പാടിയതിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു.
താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. ഗൗരി 8.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക 8.5. താങ്ക് യു. ചേച്ചി ഗൗരിയുടെ ഭാവി ഇതാ എൻ്റെ ഈ മാന്ത്രിക കുളത്തിലേക്ക് ഞാൻ ഇടാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 17. താങ്ക് യു. സൂപ്പർ. പോകുന്നതിന് മുന്നേ ഗൗരിക്ക് ടാസ്ക് കൊടുക്കണ്ടേ? ഗൗരിക്ക് ടാസ്ക് ഉണ്ടോ? കണ്ടസ്റ്റൻസിനും ടാസ്ക് ഉണ്ട്. എല്ലാം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പിക്ക് ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ടാസ്ക് കൊടുക്കുന്നത്. അപ്പൊ ഗൗരി ഇന്ന് ആ ഒരു ടാസ്ക് ചെയ്യാൻ പോവാണ്. എന്തായാലും നമുക്ക് ഷാനിക്കുന്ന നമ്മൾ തുടങ്ങി, നമുക്ക് ഒന്നുകൂടെ ഉടനെ തന്നെ നമുക്ക് ഒരാളും കൂടെ അങ്ങ് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടി പ്ലീസ്. ഗൗരി, അപ്പൊ ആ തുറന്നു പറച്ചിലിന്റെ സമയമായിരിക്കാണ്. ഗൗരിക്ക് ആരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് അച്ഛനോടാണ് പറയാനുള്ളത്. ഓക്കെ, അച്ഛനെ ഇങ്ങോട്ട് വിളിക്കട്ടെ? ഓക്കെ. ഓക്കെ, ഗൗരി പിക്ക് ചെയ്തോ. ഞാൻ സോറിയാണ് എടുക്കുന്നേ. അപ്പോ സോറി പറയണ വേറൊന്നും കൊണ്ടല്ല, ലൈക്ക് എൻ്റെ ചെറുതിലെ തൊട്ടേ മ്യൂസിക് ജേർണിയിൽ അച്ഛൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പം എന്നെ ക്ലാസ്സിന് കൊണ്ടുപോകാനാണെങ്കിലും, അച്ഛൻ പോലീസിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. ആ സമയത്ത് അച്ഛന് ഡ്യൂട്ടി ടൈമിൽ പോലും എൻ്റെ മ്യൂസിക് ക്ലാസ്സൊക്കെ ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് പോയി വരുമ്പോൾ. അപ്പോൾ അച്ഛൻ എന്നെ അവിടെ കൊണ്ടാക്കി, അച്ഛൻ നേരെ ഡ്യൂട്ടിക്ക് പോകും. പിന്നെ തിരിച്ച് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് നേരെ വയലിൻ ക്ലാസ്സിന് കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും ഡ്യൂട്ടിക്ക് പോകും. പിന്നെ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെയും ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ അച്ഛൻ പക്ഷേ ഒരു ടയേർഡ്നെസ്സും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അങ്ങനെ കാണിച്ചിട്ടുമില്ല. പിന്നെ മാത്രമല്ല എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അച്ഛൻ എപ്പോഴും എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും ബാക്ക് സ്റ്റേജിൽ അച്ഛൻ ഉണ്ടാവും. അപ്പോൾ ഗാനമേളയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രോഗ്രാം കഴിയുമ്പോൾ എന്തായാലും 2-3 മണിയൊക്കെ ആവുമല്ലോ. രാത്രി വീടെത്തുമ്പോൾ 2-3 മണിയാവും. അച്ഛന് പിറ്റേന്ന് രാവിലെയും ഡ്യൂട്ടിക്ക് പോകണമായിരിക്കും. അച്ഛൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, പിറ്റേ ദിവസം പിന്നെയും പ്രോഗ്രാം ഉണ്ടായിരിക്കും, ഇതുപോലെ ഉറക്കമൊന്നും ഇല്ലാണ്ട്. പക്ഷെ അച്ഛൻ ഒരിക്കലും അവിടെ ഒരു വിഷമം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 7 years അല്ലെങ്കിൽ 6 years ഞാൻ മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചില പ്രോഗ്രാംസ് ചെയ്യും എന്നല്ലാണ്ട് ഞാൻ സ്റ്റഡീസിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തു. എൻ്റെ BCom MCom അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ CMA ക്വാളിഫൈഡ് ആണ്. അപ്പോൾ വല്ലപ്പോഴും പോയി പല പ്രോഗ്രാമും ചെയ്യും എന്നല്ലാണ്ട് മ്യൂസിക്കുമായിട്ട് അത്ര പഠിക്കുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും എൻ്റെ മനസ്സിലൊരു റിഗ്രറ്റ് ഉണ്ടായി, എനിക്കൊന്നും തിരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സംഭവം ഉണ്ടായി. അതായത് അച്ഛന് എന്നെ ഒരു സിംഗർ ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അച്ഛൻ ഇത്രയും എഫേർട്ട് ഇട്ട് എന്നെ കൊണ്ട് നടന്നിട്ട് എനിക്കൊന്നും തിരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂപ്പർ സ്റ്റാർ സെലക്ഷൻ കിട്ടുന്നവർ എനിക്കത് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു. എനിക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരിത്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഒരു സോറി പറയാനുള്ളത്. പലപ്പോഴും ഞാൻ പല പാട്ടുകൾ പഠിക്കാൻ പറയുമ്പോഴും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. കാരണം ഞാൻ അപ്പോഴും സ്റ്റഡീസ്, എൻ്റെ എക്സാം അങ്ങനെയായിരുന്നു. അച്ഛന് ഞാൻ പഠിച്ചില്ലെങ്കിലും ഞാൻ പാടിയാൽ മതി എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിലൊന്നും തിരിച്ചൊരു പേ ബാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ റിഗ്രറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോൾ സൂപ്പർ സ്റ്റാറിൽ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അച്ഛനോടൊരു സോറി. അവൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അവളെ കൊണ്ടുപോയ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ ഇന്ന് എന്നെ കൊണ്ടു നിർത്തിക്കുന്ന ഈ ഫ്ലോറ്, അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഞാനൊക്കെ കാണാൻ ആഗ്രഹിച്ച ആളൊക്കെയാണ് ശരത് സാറൊക്കെ. അയ്യോ, അപ്പോൾ ഈ എല്ലാ മക്കൾക്കും സാറിൻ്റെയൊക്കെ മുമ്പ് ഒന്ന് പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംഗീത ദേവത തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഒരു പ്ലാറ്റ്ഫോം വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മകളെവിടെയെങ്കിലും വരണം, ഒരു പോയി പാടണം. അത് ഇത്രയും ലെജൻഡ് സിംഗേഴ്സ് ജഡ്ജസിൻ്റെ മുമ്പേ, ഈ ഒരു ഓർക്കസ്ട്രയുടെ മുമ്പേ, ഈ ഒരു അമ്മയുടെ അനുഗ്രഹം തുളുമ്പിക്കുന്ന ഈ ഫ്ലോറിൽ വന്ന് നിന്നത് തന്നെയാണ് എനിക്ക് ഒരു സ്വപ്നം തന്നെയാണിത്. തീർച്ചയായിട്ടും ഒരു സ്വപ്നം തന്നെയാണ്. പിന്നെ സാറ്, ഞങ്ങളെ വെള്ളനാട് ഗ്രാമത്തിൽ ഒരു എക്സ് സർവീസ് ക്ലബ്ബുണ്ട്.
50 പേരുള്ള ഒരു എക്സസൈസ് ക്ലബ്ബാണ്. അവരെല്ലാം മ്യൂസിക്കിൻ്റെ ഈ പ്രോഗ്രാം സ്ഥിരമായി കാണുന്നവരാണ്. അപ്പോൾ അതിൽ 65-ലും 71-ലുള്ള യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരുപാട് പട്ടാളക്കാരുണ്ട്. അവരെ പ്രായത്തിൻ്റെ അസ്തക്കൊക്കെ കൊണ്ടാണ് ഇവിടെ വരാൻ പറ്റാത്തത്. കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവർക്കെല്ലാം സാർ എല്ലാവരും മൂന്നൊരു ഹായ് പറയണം. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹായ്. ഹായ്. പിന്നെ എൻ്റെ അമ്മയ്ക്കൂടെ ഒരു ഹായ് പറയണം. അമ്മയ്ക്ക് സ്പെഷ്യൽ ഹായ്. ഗൗരിയുടെ അമ്മൂമ്മയ്ക്കൊരു ഹായ്. അതെ, ഇതൊക്കെയാണ്. ഇപ്പൊ സന്തോഷായില്ലേ അച്ഛാ? വളരെയധികം സൂപ്പർ സ്റ്റാർ സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. പാറു ആ അദ്ദേഹം പോലീസിലായിരുന്നെങ്കിലും ഡ്യൂട്ടി നോക്കിയാൽ മുഴുവൻ മോളുടെ കൂടാണ്. അങ്ങനെ എന്തെങ്കിലും സാറി കുറെ സന്തോഷം, കുറെ സന്തോഷം, ഒരുപാട് ഒരുപാട്. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവളെ മ്യൂസിക് ക്ലാസ് ഇതുവരെയ്ക്കും ഞാൻ മാറ്റി വെച്ചിട്ടേ ഇല്ല. അത് മാറ്റി വയ്ക്കുകയില്ല ഇനിയുള്ള കാലം. ആഹാ, വണ്ടർഫുൾ അച്ഛൻ. ഫാമിലിയിൽ വേറെ ആരെങ്കിലും പാടുവോ? അച്ഛൻ പാടും, അമ്മൂമ്മ പാടും, മുത്തശ്ശി ഓ, പാടും. ഓക്കെ നൈസ്. പാറു നമുക്ക് അച്ഛന്റെ 2 വരി കേട്ടാലോ? ഓക്കെ ഒരു സന്തോഷം. യെസ്. ഹേ 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 ആഹാ 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 ആ गोरा कागज था ये मन मेरा 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 लिख लिया नाम इस पे तेरा 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 गोरा कागज था ये मन मेरा लिख लिया नाम इस पे तेरा सुना आंगन का जीवन मेरा, लिख लिया नाम इस पे तेरा. टूट न जाए सपने मैं डरता हूँ निस दिन सपनों को देखा करता हूँ टूट न जाए सपने मैं डरता हूँ जिस दिन सपनों को देखा करता हूँ नैना कजरारे मतवारे ये इशारे काली दर्पण था ये मन मेरा रच गया रूस इसमें तेरा कोरा कागज था ये मन मेरा लिख लिया नाम इस पे तेरा സൂപ്പർ സൂപ്പർ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അച്ഛന് 100 മാർക്ക്. അതെ, അച്ഛന് 100 മാർക്ക്. ഗൗരിക്ക് 17 മാർക്ക് ഓൾറെഡി കൊടുത്തു. അങ്ങോട്ട് കൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അച്ഛാ. അപ്പൊ സോറി ഒക്കെ പറഞ്ഞ എല്ലാം മനസ്സിൽ നിന്ന് അതൊക്കെ അങ്ങ് പുറത്തേക്ക് എടുത്തില്ലേ? ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തേക്ക് അച്ഛന്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.